ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഞാനിപ്പം പെട്ടെന്ന് റെഡിയാകുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നൊന്ന് കണ്ണൂർ പോവാന്ന്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറേ ആയി ഞാൻ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാറായിട്ടുണ്ട്. എടാ കളയല്ലേ അത്. അയ്യോ അത് ഇനിയിപ്പോൾ എടുക്കല്ല, ഡ്രസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയി ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട്. പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ അറ്റ് പീക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഹെയർ കട്ട് ചെയ്യാന്ന്. കുഞ്ചു എന്തായാലും ഇനിയിപ്പോൾ അവർ പോകാനൊരു 1 വീക്കേ ഉള്ളൂ. അപ്പോൾ അവളെന്തായാലും ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കട്ടിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പം നമ്മൾ റെഡിയായി. ഇനിയിപ്പം എന്താ ചുറ്റുപ്പിയെത്തു ഒത്തു വാ ചുറ്റു കോച്ചറ്റൊക്കെ ഇട്ട് റെഡിയായി. ഇപ്പോൾ മമ്മി റെഡിയാവുന്നുണ്ട്. റെഡി കഴിഞ്ഞ് നമ്മൾ അപ്പോൾ തന്നെ പോകും ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും പോകുന്ന വഴി കാണാം. ഭയങ്കര ലൈറ്റ് അല്ലേ, പാണ്ട് വന്ന പോലെ ഉണ്ട് മുഖത്ത്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴി കാണാം. നമ്മളെവിടെയാ പോന്നേ? മുടി മുറ്റിയാൻ പോകണോ ഓരോ അമ്മയ്ക്ക്? ഓ ഇങ്ങ ഇതെടുത്തേക്കാ. ആരും വിളിക്കുന്നില്ല, ഇങ്ങ് പോര്. മാണ്ട്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഷുട്ടു ഉച്ചക്കത്തെ ഉറക്കം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അവളെ വണ്ടിയിൽ നിന്ന് ഉറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൂട്ടിയത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കന്നെ ആൾ എണീച്ച് ഭയങ്കര അലമ്പായിട്ടുണ്ടായിരുന്നു. ആൾക്ക് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അപ്പം പോകണം. അധിക സമയം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമേ അല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചാലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവൾക്ക് പാല് കൊടുത്തു. പക്ഷെ അങ്ങനെ ഉറങ്ങിയില്ല ആൾ. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇറങ്ങാണ്ടിരിക്കാൻ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ എണീച്ചപ്പോൾ കുറച്ച് ക്രാങ്കി ആയിരുന്നു. ബാസ് സലൂൺ അങ്ങനെ എന്തോ ആണ് ആ ഒരു സലൂണിൻ്റെ പേരുണ്ടായിരുന്നത്. നമ്മളിത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ബട്ട് മുന്നേ വരേണ്ടതായിരുന്നു തോന്നി. ഇത് നമ്മുടെ കണ്ണൂർ ട്രെയിനിങ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരിക. നമ്മുടെ വുഡ്ലാൻഡ് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറം തന്നെയാണ് ഈ ഒരു സലൂൺ വരുന്നത്. ഭയങ്കര അടിപൊളി സലൂണാണ്, ഭയങ്കര അടിപൊളി സർവീസാണ്. നമ്മൾ എന്തുകൊണ്ട് മുന്നേ ഇത് അറിഞ്ഞില്ല എന്നുള്ളതുണ്ടായിരുന്നു. നമുക്ക് ഋഷിയായിരുന്നു ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഫ്രണ്ട്. അപ്പോൾ അവൻ വന്നപ്പോൾ അവനാണ് പറഞ്ഞത് ടോണിയൻ കൈനെക്കാട്ടിലും നാച്ചുറൽസിനെക്കാളും അടിപൊളി ഇവിടെയാണെന്ന് പറഞ്ഞപ്പം ഇവർ രണ്ടാളും ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ മുടി വെട്ടണം എന്നുള്ളൊരു ഡിസ്കഷനിലാണ്. പിന്നെ കുഞ്ചുവിൻ്റെ നല്ല തിക്ക് ആൻഡ് ലോങ് ഹെയർ ആയതുകൊണ്ട് അവർ മുറിക്കണ്ടെന്നായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. പിന്നെ അവൾ 2 വർഷമായി ഇപ്പം മുടി കട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും മുറിക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അതിനിതാ വെട്ടി നമ്മൾ ഇത്രയാക്കി. ഇനി അവൾക്ക് കളർ ചെയ്യാനുണ്ട്. ഇങ്ങനെയായിരുന്നു അവൾ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. പോകുന്ന സമയത്ത് അവൾ ഇത്ര ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഏകദേശം എന്തൊക്കെയോ ചെറിയ പരിപാടി മിനുക്കൊക്കെ ചെയ്തിട്ട് അവൻ പോകാൻ നിന്നു. എൻ്റേത് പിന്നെ ഒട്ടും തിക്നെസ് താഴോട്ടേക്ക് ഉണ്ടായിരുന്നില്ല. ഒരു നോക്കി എനിക്ക് കുറച്ച് നല്ല വൃത്തിയുള്ള ഒരു ഹെയർ കട്ടൊക്കെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാനിരുന്നു. കുഞ്ചു കളർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും എന്തായാലും. അങ്ങനെ ഞാൻ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിരുന്നു. എൻ്റേത് ജസ്റ്റ് നോർമൽ ഒരു വൃത്തിയിൽ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞോറ്. ഞാൻ എപ്പോഴും ലെയർ കട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ തിക്നെസ് കുറഞ്ഞുകൊണ്ട് താഴെ ടെയിൽ എൻഡിൽ വരുമ്പം തീരെ തിക്നെസ് ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് അത് അങ്ങനെ അല്ലാത്ത രീതിയിൽ കുറച്ച് വൃത്തിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പം പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പീക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ തൈറോയിഡ് ഇഷ്യൂസ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എനിക്ക്. അപ്പോൾ അതെല്ലാം കൊണ്ടും എൻ്റെ മുടി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന. പിന്നെ ഞാൻ ആദ്യമെല്ലാം ചെമ്പരത്തി താളി നല്ലപോലെ ഹെയർ മാസ്ക് ഇട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം. പിന്നെ അതിന് ശേഷം എനിക്കൊരു പനി വന്നതിന് ശേഷം എനിക്ക് താളി തീരെ തലയിൽ തട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കോൾഡ് അപ്പം തന്നെ തൊണ്ടയിലേക്ക് നീരിറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കട്ടിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ കട്ട് ചെയ്ത ചേട്ടൻ കുഞ്ചുവിനെ കട്ട് ചെയ്യാൻ പോയി. പിന്നെ ഇവരെൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഹെയർ കട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മളെപ്പോഴും ഒരേ ലുക്കിൽ നമ്മളെ കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു ചേഞ്ച് ആയിരിക്കും ഇഷ്ടമില്ലാത്തത്. പിന്നെ കട്ട് ചെയ്ത് കുറച്ച് നാളെങ്കിലും ഹെയർ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ കൂടുതലും ഇപ്പം നീളം വെക്കുമ്പം തീരെ ഇല്ല മുടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നാണ് മര്യാദയ്ക്കൊന്ന് കട്ട് ചെയ്ത് കിട്ടുക എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അവസാനം ഞാനിവിടെ എത്തി. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തന്നു. ഇതാ എൻ്റെ എൻഡ് ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു എൻ്റെ അവർ സ്റ്റൈൽ ചെയ്ത് തന്ന ആ ഒരു ഫൈനൽ ലുക്ക്. ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ഹെയറൊക്കെ കെയർ ചെയ്ത് സെറ്റാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ മാസ്ക്സ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ഹെയർ കെയർ സിറം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോകും. രാത്രിയാകുമ്പോൾ മിക്കവാറും ഞാൻ ഉപയോഗിക്കാൻ മറന്നു പോകും. അപ്പോൾ അതൊക്കെ ഇനി പ്രോപ്പർലി ഒന്ന് ചെയ്ത് വീണ്ടും എൻ്റെ ഹെയർ കുറച്ച് പഴയ ഒരു വൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എത്രമാത്രം നടക്കുന്നൊന്നും അറിയില്ല, ബട്ട് യാ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കുഞ്ചു അപ്പുറത്ത് നോക്കും പറയായിരുന്നു. അവളുടെ ഹെയർ കട്ട് ചെയ്തു, പിന്നെയും വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ആൾക്ക് ഹെയർ കളറൊക്കെ ചെയ്യണം. അതാണ് നമ്മൾ പെട്ടത്. ഭയങ്കര ലേറ്റായിട്ടാണ് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി ഇത് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഹെയർ ഡ്രൈ ചെയ്തു, ബ്ലോ ഡ്രയർ ചെയ്തു, അവർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു. എല്ലാം സൂപ്പർബായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുഞ്ചുവിൻ്റെ പരിപാടിയിലേക്ക് ചെറുതായിട്ട് കടക്കുന്നുണ്ട്. നമ്മൾ ഹെയർ കളറിങ് ചെയ്യാൻ നിൽക്കുമ്പോഴും ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണേ. ഞാൻ ബാത്റൂമിൽ പോകാൻ പോകാൻ. അവരുടെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഹെയർ കട്ട് ചെയ്തിട്ട് എനിക്ക് ആകെ 353 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം കണ്ണൂരിൽ നിന്ന് നമ്മൾ ഇതുവരെ ഇത്രയും ചെറിയ പൈസക്ക് നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 1000 റുപ്പീസിനൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്യാറുള്ളത്. സൂപ്പറായിരുന്നല്ലേ? കളയില്ല, 2 ദിവസം നിന്നോട്ടെ പ്ലീസ്. അങ്ങനെ കുഞ്ചുവിൻ്റെ കയ്യാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഫാമിലിയിലേക്ക് വിട്ടു. അമ്മക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരത് കഴിയുമ്പോഴേക്കും അതിൻ്റെ കുറച്ച് താഴെ തന്നെയാണല്ലോ ഫാമിലി, അടുത്തേക്ക് വന്നു. 2 ദിവസം മുന്നേ കുഞ്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അമ്മയ്ക്കിപ്പം ഡിസംബറിൽ ഇഷ്ടംപോലെ കല്യാണമുണ്ട് നമുക്ക്. അപ്പോൾ ഒരു സാരിയും ഒരു സൽവാറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഷുട്ടു ഭയങ്കര ഓട്ടപ്രദർശനത്തിലായിരുന്നു. ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സാരി സെക്ഷനിലെത്തി, എല്ലാം നോക്കി ഒരു സാരി എടുത്തു. ആൻഡ് അത് കഴിഞ്ഞ് അവിടെ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള കോഫി ലോഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ കസ്റ്റമർ, നമ്മൾ ഡീൽ ചെയ്ത ചേച്ചി നമ്മളെ കോഫി കുടിക്കാനൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഭയങ്കര അടിപൊളി സ്പേസ് ആട്ടോ. നല്ല സെലക്ഷൻ ഉണ്ട്, നല്ല വിലക്കുറവും ഉണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഫാമിലിയിൽ പോകുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആൻഡ് അടിപൊളിയാണ്. എനിക്കും കല്യാണത്തിനൊക്കെ ഒരു സാരി എടുക്കണം, ബട്ട് നമ്മളിപ്പോൾ എടുത്തില്ല. ജസ്റ്റ് അതിനടുപ്പിച്ചിട്ട് വന്നിട്ട് ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മുടെ നമ്മൾ പറഞ്ഞ കോഫി ലോഞ്ചൊക്കെ അടിപൊളിയാണ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഇറങ്ങി അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവർ ഇനിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു കട്ട്ലറ്റും ചായയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റേ ചിക്കൻ റോളൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് അത്ര അടിപൊളിയായിട്ട് പോവില്ല. അപ്പോൾ ഷുട്ടിന് ഞാനൊരു പഴമൊക്കെ കൊടുത്ത് സെറ്റാക്കി. ആളെ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ട് മാത്രം വന്നിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ ചായ അല്ല, ആക്ച്വലി കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുറത്തിറങ്ങിയാൽ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ക്രേവിങ്സ് ഫോർ കോഫിയാണ്. എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് അത് ഫിൽറ്റർ കോഫി ആണെങ്കിൽ പിന്നെ പറയേണ്ട, അടിപൊളിയായിരിക്കും. അങ്ങനെ ചുട്ടുപഴം കഴിക്കുന്നു ഞാൻ കട്ട്ലറ്റ് തിന്നു. ഞാൻ കട്ട്ലറ്റ് കഴിച്ച് പകുതി ആയപ്പോൾ തന്നെ അവൾക്ക് കട്ട്ലറ്റ് വേണമെന്ന് പറഞ്ഞ ആളിൻ്റെ കട്ട്ലറ്റ് എടുത്തുകൊണ്ട് പോയി. സാധാരണ പൊതുവേ കട്ട്ലറ്റ് ഒട്ടും കഴിക്കാത്ത ആളാണ്. കട്ട്ലറ്റ് എന്നല്ല, പുറത്തുനിന്ന് അങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊന്നും അവൾ കഴിക്കാറില്ല, അവൾക്ക് ഇഷ്ടമല്ല. ഇത് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. അധികം ഓയിലൊന്നും അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ടിഷ്യൂലൊക്കെ ചുറ്റിപ്പിടിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ ആൾക്കൊരു കൗതുകം തോന്നി. അങ്ങനെ അവൾ ടിഷ്യൂലൊക്കെ വെച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു.
അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ കുഞ്ചുവിൻ്റെ എന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയും പിന്നെയും 1.5 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചുട്ടുമായിട്ട് ഇത്ര സമയം നിൽക്കണം, പിന്നെ ആൾക്ക് ഉറക്കിൻ്റെ പ്രശ്നം അതൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടനാടെ ഉള്ളതുകൊണ്ട് നമ്മളോട് വേഗം വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞ്. പിന്നെ ഇന്നത്തെ വാഹന പൂജയാണ്, അതിനും കൂടെ കൊണ്ടുപോകാനുണ്ട് വണ്ടി. അതുകൊണ്ട് പിന്നെ നമ്മൾ 3 നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ചുട്ടു വണ്ടിയിൽ നിന്ന് അപ്പം തന്നെ ഉറങ്ങിപ്പോയി കഴിച്ച്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി എനിക്ക് കണക്കായിരിക്കും, ആള് ഉറക്കമൊന്നുമില്ല. അമ്മയും കുട്ടപ്പനും കൂടിയിട്ട് വണ്ടി ഒന്ന് എന്താ പറയുക പൂജിക്കുന്ന ദിവസമല്ലേ ഇന്ന്, അപ്പം അതിന് കൊണ്ടുപോയിട്ടുണ്ട്. കുഞ്ചുവിൻ്റെ ഹെയർ കളർ ചെയ്യാൻ നിന്നുകൊണ്ട് അവരത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവർ വരും. ഞാൻ ഒന്ന് പെട്ടെന്ന് പോയിട്ടൊന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. അവർ വരുമ്പോഴേക്കും ചുട്ടു എണീക്കുന്നതിന് മുന്നേ കുളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ ഞാൻ കുളിച്ചിട്ട് തരാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചുട്ടുവിനെ പതുക്കെ എണീപ്പിച്ചു. പിന്നെ എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.